കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇപ്പോൾ കർക്കിടക മാസം 4-ാം തീയതിയായി, വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുകളുണ്ട്. മഴ കുറച്ചൊന്നൊഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. എന്തായാലും വളരെ സന്തോഷമായ ഒരു ദിവസമാണ്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് കക്കാട് അനീഷോദിക്കനാണ്. കളഭാലങ്കാരം നമ്മളെ പൊട്ടക്കുഴി കൃഷ്ണോദിക്കനാണ്. വളരെ കേമായിട്ടിന്ന് അവിടെ ചാർത്തിയിട്ടുണ്ട്. ആള് ശ്രീരാമനായിട്ടാണ് ചാർത്തിയിട്ടുള്ളത്. കാലിൽ നല്ല ചുവന്ന പട്ടിങ്ങനെ പാളത്താറ് പോലെ ഉടുത്തിട്ടുണ്ട്. വളരെ കേമായിട്ട് തന്നെ അതിങ്ങനെ കാണാനുണ്ട്, ഞൊറിഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നെ കഴുത്തിലാണെങ്കിലോ മുല്ലമുട്ടുമാല ഉണ്ട്, മാങ്ങാമാല ഉണ്ട്, വളയം പോലുള്ളൊരു മാല ഉണ്ട്. അങ്ങനെയൊക്കെ പാടെ നെറ്റിയിൽ ഗോപിയുണ്ട്, ഗോപിക്കുറി വെച്ചിട്ടുണ്ട്. കളഭം കൊണ്ട് തന്നെ ഒരു കിരീടമുണ്ട്. അതായത് രാജാവായിട്ടാണ് ശ്രീരാമചന്ദ്രൻ നിൽക്കുന്നത്. രാജകീയ പ്രൗഢിയിൽ തന്നെ അത് അങ്ങനെ നിൽക്കുന്നത്. ഇടത്തെ കയ്യിൽ വില്ലും പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ അമ്പും പിടിച്ചിട്ടുണ്ട്. വളരെ എന്താ പറയുക, ഒരു ഗൗരവമല്ല, ഒരു രാജകീയ പ്രൗഢിയിൽ ആണ് ആ ശ്രീലകത്ത് ഇന്ന് ശ്രീരാമൻ, നമ്മൾ ആ ചതുർബാഹുവായ ആ നാരായണ വിഗ്രഹത്തിൽ ഇന്ന് കളഭം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് ആ ശ്രീരാമചന്ദ്രനെയാണ്. വളരെ കേമായിട്ടത് അലങ്കരിച്ചിട്ടുണ്ട്. കാൽച്ചുവട്ടിലതാ ഹനുമാൻ സ്വാമി ഇങ്ങനെ ഇരിക്കുന്നു. ഹനുമാൻ സ്വാമി ഹരേ രാമ രാമ എന്ന് പറഞ്ഞിട്ട് ആ ഹനുമാൻ സ്വാമി അങ്ങനെ ഇരിക്കുകയാണ്. വളരെ കേമായിട്ടത് ചാർത്തിയിട്ടുണ്ട് രണ്ടാൾ. പിന്നെ തിരുമുടിമാല കെട്ടിയിട്ടുണ്ട്, പിന്നെ താമരമാല ഉണ്ട്. നല്ല നല്ല താമരമാലയാണ് ശ്രീരാമചന്ദ്രസ്വാമിക്ക് വെച്ച് ഉള്ളത്. ആ കിരീടമൊക്കെ വെച്ച് നല്ലൊരു പ്രൗഢിയിൽ തന്നെയാണ് അയോധ്യാപതിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ കർക്കിടകം 4 ഇന്നാണ് ഇപ്പോൾ അത് ഒരു ശ്രീരാമചന്ദ്രൻ്റെ രൂപം അവിടെ ശ്രീകോവിലിൽ ഉണ്ടായിട്ടുള്ളത്. അത് ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ നല്ല പ്രൗഢിയോടെയാണ് അത് ഇങ്ങനെ നിൽക്കുന്നത്. വളരെ കേമായിട്ടത് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇന്നിപ്പോൾ അങ്ങനെ നമ്മൾ തൊഴാൻ പോയിട്ട് ആ സോപാനത്തിൻ്റെ മുന്നിലിങ്ങനെ നിന്നിട്ട് തൊഴില്ലേ, ആ തൊഴുന്ന സമയത്ത് നമ്മൾ ശ്രീരാമചന്ദ്രനെ ആണ് ധ്യാനിച്ചിട്ട് ആ ശ്രീരാമചന്ദ്രൻ്റെ ആ മഹത്തായ രൂപം കണ്ട് വന്ദിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ച് അങ്ങനെ തൊഴുന്ന പോലെ മനസ്സിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. അവിടെ ചെന്ന് തൊഴുന്ന പോലെ നമ്മൾ, അതായത് ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്നും ശ്രീരാമചന്ദ്രനാണ് എന്ന് അവിടുത്തെ രൂപമെന്നും കളഭാലങ്കാരമെന്നും ഉള്ളിൽ മനസ്സിൽ കണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ആ ഗുരുവായൂരപ്പനോട് എന്ത് പറഞ്ഞാലും ആ ഗുരുവായൂരപ്പൻ അത് സാധിച്ചു തരും, ഉറപ്പായിട്ടും സാധിച്ചു തരും. അതാണ് കൃഷ്ണൻ്റെ ആ ഒരു ലീല. എല്ലാ തരത്തിലും നമ്മളെ സംരക്ഷിക്കുന്ന ഭഗവാനായിട്ട് അങ്ങനെ വിലസുകയാണ് ഗുരുവായൂർ അമ്പലം തന്നെയാണ് ആ ശ്രീ വൈകുണ്ഠം തന്നെ. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.